ുന്നുണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി എനിക്ക് നല്ലവണ്ണം പരിപാലിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നെല്ലരി ആഹാരം ഒഴിവാക്കുന്നില്ല. രാത്രിയിലും ഉച്ചയ്ക്കും നെല്ലരി ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. 1/2 കിലോ കഷായം അതിൽ പൊടി നമുക്ക് തരും. അതിന് നമ്മൾ 4 ഭാഗം എടുത്ത് 20 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് 10 ഗ്ലാസ് ആക്കണം. ആ 10 ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വീതം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ 3 നേരം കഴിക്കണം. അങ്ങനെ 6 മാസം ഇത് കഴിക്കുമ്പോൾ പഥ്യങ്ങളുണ്ട്, ഒരുപാട് പഥ്യമുണ്ട്. പഥ്യം നോക്കി തന്നെ കഴിക്കണം. ഈ പുളിപ്പ്, നാരങ്ങ, അച്ചാർ അങ്ങനെയുള്ളതൊന്നും പുളിപ്പുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ ചോറ് കൂടുതൽ കഴിക്കാൻ പാടില്ല. ചപ്പാത്തി, പുട്ട്, ഗോതമ്പിലുള്ള ആഹാരങ്ങളും ബാക്കിയുള്ളത് ഫ്രൂട്ട്സ് ഒന്നും കൂടുതൽ മധുരമുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ പഥ്യ കേടില്ലാതെ കഴിച്ചതുകൊണ്ടാവാം എനിക്ക് നല്ലപോലെ കുറഞ്ഞത്. പഴയ കാലങ്ങളിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഷുഗറിൻ്റെ അളവ് ഒത്തിരി പേർക്ക് ഒത്തിരി കുറവായിരുന്നു. അന്ന് ഏറ്റവും വലിയ കോടീശ്വരന്മാർക്ക് ഈ ഷുഗർ വരുള്ളൂ. കാരണം കോടീശ്വരന്മാർ ആൾക്കാരെ വിട്ട് പണി ചെയ്യിപ്പിക്കുകയുള്ളൂ. കോടീശ്വരൻ വീട്ടിൽ റെസ്റ്റ് എടുക്കും. അന്നത്തെ സമയങ്ങളിൽ ആൾക്കാരെല്ലാം കൂലിപ്പണിക്ക് പോകും. വീട്ടിലിരിക്കുന്നവർ വെള്ളം കോരുക, അരയ്ക്കുക, പിന്നെ മീൻ വെട്ടുക, മുറിക്കുക, കഴുകുക, ചാണകം വാരുക, പശുവിനെ കുളിപ്പിക്കുക, ആട്ടിന് പുല്ല് കുഴയെട്ടുക, പശുവിന് പുല്ലിടുക, ഇങ്ങനെയുള്ള എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. കൂലിപ്പണിക്കാർ കിളയ്ക്കാൻ പോവുക, തടി വെട്ടാൻ പോവുക, റബ്ബർ വെട്ടാൻ പോവുക, അങ്ങനെ എല്ലാവർക്കും ശരീരത്തിന് ആവശ്യമായ വ്യായാമം ഉണ്ടായിരുന്നു. അത് നിമിത്തം ശരീരത്തിൽ ദുർനീരുകളൊന്നും കെട്ടിയില്ലായിരുന്നു. ദുർനീരുകളെല്ലാം വേർത്ത് പുറമേ പൊയ്ക്കൊണ്ടേയിരുന്നു. എന്നാൽ 4 പേരെ വിട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പ്രമാണിയായിട്ട് വീട്ടിലിരിക്കുന്ന ആളിൽ ദുർനീരുകളെല്ലാം അടിഞ്ഞുകൂടി പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് കംപ്ലൈൻറ്റ് എന്ന വ്യായാമങ്ങൾ കൊണ്ട് ഈ അസുഖങ്ങൾ നിശേഷം മാറ്റാം എന്നതാണ്. പക്ഷേ ഇന്നത്തെ രീതിയിൽ ആർക്കും വ്യായാമം ചെയ്യാൻ നിർവാഹമില്ല. എല്ലാവർക്കും അലസത, മടി, ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, റെസ്റ്റ് എടുപ്പിക്കുക, മെഷീൻ വെച്ച് ജോലി ചെയ്യിപ്പിക്കുക, ആ രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. അപ്പോൾ ഇന്നത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ പഴയ ആൾക്കാരെയും ഇന്നത്തെ ആൾക്കാരെയും വെച്ച് സാമ്യപ്പെടുത്തിയാൽ നാടൻ കോഴിയും ഇന്നത്തെ വെള്ളക്കോഴി, ബ്രോയിലർ കോഴി, ഇത്രയും വ്യത്യാസമാണ് മനുഷ്യനുള്ളത്. യന്ത്രങ്ങളുടെ സഹായമോ കൃത്രിമമായി തയ്യാർ ചെയ്ത അസംസ്കൃത വസ്തുക്കളോ ഉപയോഗിക്കാതെ തികച്ചും പ്രകൃതിജന്യ ഫലമൂലങ്ങളിൽ നിന്നെടുക്കുന്ന വിധിപ്രകാരമുള്ള ഔഷധ നിർമ്മാണം പാരമ്പര്യ ചികിത്സാ സമ്പ്രദായത്തിലെ മർമ്മപ്രധാനമായ ഒന്നാണ്. അതീവ ശ്രദ്ധയും ചേരുവകളുടെ കണക്കും കൃത്യം നിഷ്കർഷിക്കേണ്ട ഔഷധ നിർമ്മാണം ഇദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ തന്നെയാണ് തയ്യാർ ചെയ്യപ്പെടുന്നത്. ആയുർവേദത്തിന് ഇന്ന് ലോകസമൂഹത്തിനു മുന്നിൽ കൈവന്ന ഈ പ്രചാരം കണക്കിലെടുത്തും ഈ രംഗത്തും ചില വ്യാജ ചികിത്സാ സമ്പ്രദായങ്ങളും മാർഗങ്ങളും ഇന്ന് നടന്നുവരുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സാ രീതികളിലാണ് ഇവ കൂടുതലായി കണ്ടുവരുന്നത്. ധനസമ്പാദനത്തിനു വേണ്ടി മാത്രമായി നടന്നുവരുന്ന ഇത്തരം പ്രവണതകൾ രോഗികളിൽ ഗുണത്തേക്കാളേറെ ദോഷം വരുത്തുമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ആയുർവേദ ചികിത്സ ഇപ്പോൾ കോമ്പറ്റീഷൻ, മത്സരമാണ്. അവിടെ ഇതിൽ സത്യമേത് കള്ളമേത് എന്ന് ആർക്കും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ആയുർവേദത്തിലാണെങ്കിൽ നിസ്സാര മരുന്നുകളുണ്ട് ഈ കൊളസ്ട്രോളും പ്രഷറും മാറ്റാം. ഉദാഹരണം, കൊളസ്ട്രോളുള്ള ഒരാൾ രാവിലെ വൈകിട്ടും ഒരു പച്ച പുളിഞ്ചിക്ക വെച്ച് 30 ദിവസം കഴിച്ചാൽ കൊളസ്ട്രോൾ ഉരുകി മാറിപ്പോകും. ഉദാഹരണം, ഈ പുളിഞ്ചിക്ക ഒരു അലുമിനിയം പാത്രത്തിൽ അരിഞ്ഞ് വച്ചിരുന്നാൽ 7 ദിവസം കഴിയുമ്പോൾ ആ പാത്രം പൊത്തിരിക്കുന്നതായി കാണാം, ഹോൾ വിഴുന്നിരിക്കും. അതേപോലെ നമ്മൾ ഈ പുളിഞ്ചിക്ക കഴിച്ചാൽ നമ്മളെ കൊളസ്ട്രോളിനെ അത് ഉരുക്കി കളയും. 30 ദിവസം കൊണ്ട് ഇയാളുടെ കൊളസ്ട്രോളും മാറും. പിന്നെ പ്രഷർ പേഷ്യൻ്റ് ആണെങ്കിൽ മുരിങ്ങപ്പട്ടയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ആ വെള്ളം തിളപ്പിച്ച് കരിങ്ങാൽ വെള്ളം കുടിക്കും പോലെ കുടിക്കുക. 10-30 ദിവസത്തിൽ ഒരിക്കൽ ടെസ്റ്റ് ചെയ്യും.